കേരള പൊതുജനാരോഗ്യ നിയമത്തിൽ ഭേദഗതി വരുത്താൻ സർക്കാർ തീരുമാനിച്ചു. പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിലാണ് നിലവിലുള്ള നിയമത്തിൽ മാറ്റം വരുത്തുന്നത്. കരട് ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിനായി 12-അംഗ സമിതിയെ നിയോഗിച്ച് സർക്കാർ ഉത്തരവിറക്കി. ജനം ബ്രേക്കിംഗ്. സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആരോഗ്യം ഉറപ്പാക്കുന്ന നിയമമാണ് കേരള പൊതുജനാരോഗ്യ ആക്ട് 2023. പൊതുജനാരോഗ്യ സമിതികൾ, പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്നിവരുടെ ചുമതലകളും അധികാരങ്ങളും നിയമത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. വെള്ളത്തിന്റെ സുരക്ഷ എങ്ങനെ ഉറപ്പുവരുത്തണം, ശുചിത്വത്തിനായി സ്വീകരിക്കേണ്ട നടപടികൾ, നിയമം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷകളെ പറ്റിയും നിയമത്തിൽ വ്യക്തമാക്കുന്നു. മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനം, മനുഷ്യമൃഗ സമ്പർക്കത്തിന്റെ ഭാഗമായി കടന്നുവരാവുന്ന വൈറസുകളുടെ പ്രതിരോധം, പകർച്ചവ്യാധികളുടെ നിയന്ത്രണവും നിയമത്തിൽ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ നിലവിലുള്ള നിയമങ്ങൾ കാലഹരണപ്പെട്ട സാഹചര്യത്തിലാണ് നിയമത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സർക്കാർ തീരുമാനമെടുത്തത്. മാറ്റങ്ങൾ വരുത്തുന്നത് സംബന്ധിച്ച് കരട് ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിനായി 12-അംഗ സമിതി രൂപീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന ചെയർപേഴ്സണായും കേരള ഹെൽത്ത് സിസ്റ്റം റിസോഴ്സ് സെന്റർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജിതേഷ് കൺവീനറുമായ 12-അംഗ സമിതിയാണ് നിയോഗിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് കൊതുകുകൾ പെരുകി പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പടരുന്ന ഗുരുതര സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിനാൽ പൊതുവിടങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നവർക്കുള്ള ശിക്ഷയുൾപ്പെടെ കർശനമാക്കിയേക്കും. പൊതുജനങ്ങളിൽ നിന്നും മറ്റു വിദഗ്ധരിൽ നിന്നും അഭിപ്രായം തേടി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് സർക്കാർ കമ്മിറ്റിക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.